ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുന്തിരി ജ്യൂസാണ്. സാധാ പോലെ പച്ചക്ക് നമ്മൾ അടിക്കുകയല്ല, ഞാൻ പുഴുങ്ങിയിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ഞാൻ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് ഒന്ന് അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. മുന്തിരി മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നല്ലോണം ഇത് കഴുകി എടുക്കാട്ടത്. 2-3 പ്രാവശ്യം കഴുകി എടുക്കാം. മുന്തിരി 2-3 പ്രാവശ്യം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു പട്ട 2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറായിട്ട് ഇട്ട് കൊടുക്കേണ്ട അതിൻ്റെ കുത്തു വരും. ഇത്ര മതി കേട്ടോ. ഇത് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. 2 തിള മതി. അപ്പോഴേക്ക് നല്ലോണം ഇത് വെന്ത് കിട്ടും. 2 തിള അലച്ചിട്ടുണ്ട്. അത്ര മതി. ഓവർ തിളക്കേണ്ട. ആ മുന്തിരി ഒന്ന് പൊട്ടി പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. 2 തിള അലച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ചൂടാറട്ടെ. നല്ലോണം തണുക്കണം കേട്ടോ. മുന്തിരിയൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. വെള്ളം എത്ര വേണമെങ്കിലും ചേർക്കാം. നല്ലോണം ഇതിൻ്റെ ആ മുന്തിരിയുടെ ജ്യൂസ് നല്ലോണം കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പുഴുങ്ങി ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് പച്ചക്ക തന്നെ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് നാക്കും ചുണ്ടൊക്കെ ചൊറിയും. ഇങ്ങനെ ജ്യൂസ് അടിച്ചാൽ ചൊറിയൊന്നുമില്ല. നല്ല ടേസ്റ്റ്. അടിച്ചെടുക്കാം നല്ലോണം. നമുക്കിത് അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. വെള്ളം എത്ര വേണമെങ്കിലും കൂട്ടാട്ടെ നമുക്ക്. ആദ്യത്തെ ബാച്ച് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ള ഈ പാത്രം നിറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 1 കിലോ മുന്തിരി ഞാൻ എടുത്തോളൂ. ഇരട്ടിയുണ്ട് ഇനി ഒഴിക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഗസ്റ്റൊക്കെ ഒരുമിങ്ങനെ ഇങ്ങനെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എടുത്ത് കൊടുക്കുകയും ചില മക്കൾക്കൊക്കെ കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ഇടാം. ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല പുളിപ്പുണ്ട് ഇതിന്. ഞാൻ ഈ കയ്യിൽ 2 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ബാക്കിയുള്ളതും കൂടി ഒഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അതും കൂടി നോക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. എല്ലാവർക്കും ഇഷ്ടം ഇതുപോലെ തണുപ്പിച്ചൊക്കെ കുടിക്കുമ്പോൾ. ജ്യൂസ് അടിച്ചിട്ട് വേണ്ട ഇത്രയും വേസ്റ്റ് അതിനുള്ളത്. അപ്പോൾ ഇങ്ങനെ അടിക്കണേ ഏറ്റവും നല്ലത്. നല്ലോണം അതിൻ്റെ ജ്യൂസും കിട്ടുകയും ചെയ്തിട്ട് ഉള്ളിൽ നിന്ന്. നമുക്ക് അതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ചൂടത്ത് നോയമ്പൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ലൊരു ജ്യൂസാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണോട്ട് ഉണ്ടാക്കാത്തവര്. നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.